എന്താ ആരാധന? ഒന്നുകൂടെ ഞാൻ പറയാണ്, എന്താ ആരാധന? ദൈവമേ, അങ്ങാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യം. പണമല്ല, ബിസിനസ് അല്ല, അധികാരമല്ല, സ്ഥാനമാനങ്ങളല്ല. അതായത് പണം കിട്ടിയാലും കിട്ടിയില്ലേലും ദൈവമേ നീയാണ് എനിക്ക് വലുത്. മനസ്സിലായില്ലേ? എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നീയാണ് എനിക്ക് വലുത്. എൻ്റെ പ്രാർത്ഥനകൾ നീ കേട്ടാലും കേട്ടില്ലെങ്കിലും നീയാണ് എനിക്ക് വലുത്. എൻ്റെ ദൈവമേ, നീയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. നിന്റെ അടുത്തിരിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ നിധി, അല്ലാതെ ഈ മൊബൈൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല. നീയാണ് എൻ്റെ ഇൻഫിനിറ്റ് വാല്യൂ, എൻ്റെ അനന്ത മൂല്യം നീയാണ്. എൻ്റെ പരമോന്നത ആനന്ദത്തിൻ്റെ വിഷയം നീയാണ് എന്ന് കാണുന്നതല്ലേ ആരാധന? ഇതല്ലേ ആരാധന? എന്നാൽ ഇന്ന് മനുഷ്യൻ ആരാധിക്കുന്ന എന്തിനാ? എൻ്റെ കാനഡ പോവാൻ ഞാൻ നിന്നെ ആരാധിക്കുന്നു. ഞാൻ നിന്നെ ഒരു ഉപയോഗ വസ്തുവായി കണ്ടിട്ട് നിന്റെ അടുത്ത് വന്ന് കുറച്ച് സമയം ഇരുന്നാൽ എനിക്ക് കാനഡയിൽ പോവാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായോ? അതിൻ്റെ സംഭവം മാറിപ്പോയി. ഇവിടെ ഇന്ന് മനുഷ്യൻ ആരാധിക്കുന്നത് ദൈവത്തെ അല്ല, അവനവനെ തന്നെയാണ്. ദൈവത്തിൻ്റെ അടുത്ത് വരുന്നത് പോലും അവനവൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ആരാധനാ കേന്ദ്രം, അതാ ഞാൻ പറഞ്ഞ അഗസ്തീനോസ് ഉപയോഗിക്കുന്ന വാക്ക് വളഞ്ഞ് അകത്തോട്ടിരിക്കുകയെന്നാ. അതായത് ആരാധിക്കുമ്പോൾ അവൻ ദൈവത്തിലേക്കാന്നാ വിചാരിക്കുന്നത്, പക്ഷെ ഇത് വളഞ്ഞ് അകത്തോട്ടാ വരുന്നേ. അവന് വേണ്ടിയിട്ടാ. പരീക്ഷ ജയിക്കാൻ വേണ്ടി, കാനഡ പോകാൻ വേണ്ടി, ഈ പ്രശ്നം മാറാൻ വേണ്ടി ഇങ്ങനെ ആരാധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതായത് എല്ലാ മനുഷ്യനും അവൻ്റെ ഉള്ളില് അവനവൻ്റെ സുഖം ഒന്നും അല്ലെങ്കിലുണ്ടല്ലോ, ആരാധിക്കുമ്പോൾ എൻ്റെ അച്ഛാ കുറച്ച് സന്തോഷമുണ്ട്, അതുപോലും അവൻ്റെ സുഖമാണ്, ദൈവത്തിൻ്റെ ഗ്ലോറി അല്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? ഇത് മനുഷ്യന്റെ പ്രശ്നം. ഇതിനെ കൂട്ടാൻ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ച ധ്യാനങ്ങളും ധ്യാനഗുരുക്കന്മാരും സഹായിച്ചു ഇതിനെ വളർത്താൻ. ഏതിനെ? അവനവനോടുള്ള സ്നേഹം കൂട്ടാൻ. ഓരോ കാര്യം പറയുമ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ച എങ്ങനെ കിട്ടും, ഇങ്ങനെ പ്രാർത്ഥിച്ച എങ്ങനെ കിട്ടും, ഇങ്ങനെ പ്രാർത്ഥിച്ച എങ്ങനെ കിട്ടും എന്ന് പറഞ്ഞ് മനുഷ്യൻ പ്രാർത്ഥിക്കുന്നതല്ല എന്തിനു വേണ്ടിയായി? കിട്ടാൻ വേണ്ടിയായി. അപ്പൊ ആരാധിക്കുന്ന ആരെയായി? അവനവനെ തന്നെയായി. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വളഞ്ഞകത്തോട്ട് തിരിഞ്ഞു. ഒന്നിനു വേണ്ടി അല്ലാതെ ആരും ഈശോയുടെ അടുത്ത് വരാതായി. ഒരു 10 മിനിറ്റ് ഞാൻ നിന്റെ അടുത്ത് ഇരിക്കട്ടെ, നീ അല്ലേ എൻ്റെ സന്തോഷം എന്ന് കരുതി, നീ എനിക്ക് വിലയാണ്, വിലപ്പെട്ടതാണെന്ന് കരുതി ദൈവത്തെ ആരാധിക്കുന്നവര് 1% പോലും ഇല്ലാതായി.